നമസ്കാരം. നമുക്ക് നാളെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എനർജി എന്ന് ചോദിച്ചപ്പോൾ ടു ഓഫ് സോർട്സ് ആണ്. ടു ഓഫ് സോർട്സിൻ്റെ പ്രത്യേകത ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പെയിൻഫുൾ ചോയ്സ് എന്നൊക്കെ പറയില്ലേ, കുറച്ച് ഓപ്പോസിഷനൊക്കെ ഉണ്ടാവും പല സൈഡിൽ നിന്ന്. ചെറിയ ഭയപ്പാടുണ്ടാവാം. അങ്ങനെയൊക്കെയാണ് ടു ഓഫ് സോർട്സ് വന്നു കഴിഞ്ഞാൽ ഇത്. പക്ഷേ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ വേദന അനുഭവിക്കുന്നവരായിരിക്കും. ഒരു പക്ഷെ പിരിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ അടുത്തില്ലാതെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ വേറെ പിരിഞ്ഞ് താമസിക്കുക ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഇതേ വേദന അനുഭവിക്കുന്നവരായിരിക്കും രണ്ടുപേരും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ ഇപ്പം അവർ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ ബുദ്ധിപരമായിട്ട് അത് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. കാരണം വളരെ ഭയങ്കര ഇമോഷണലായിട്ടല്ല, ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നാളെ പ്രത്യേകിച്ച് അത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ എനർജി കുറച്ച് താഴോട്ടാണെങ്കിലും പക്ഷെ നിങ്ങളത് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് എന്താണ് നിങ്ങൾക്ക് നാളെ ഓവറോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. സക്സസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെയാണ്, പ്രോഫിറ്റ്, സ്വാതന്ത്ര്യം ഒക്കെ, മെച്യൂരിറ്റി, അതൊക്കെയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ഇടുന്ന എഫേർട്ട്, നാളെ ഇടുന്ന എഫേർട്ടിനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കും നാളെ. ഓക്കെ, ഇപ്പം മെച്യൂറായിട്ടുള്ള കപ്പിൾസൊക്കെ നാളെ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ മെച്യൂറായിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അവരൊക്കെ നാളെ കൊണ്ട് നേരത്തെ ശ്രമിച്ചു കഴിഞ്ഞാൽ, വളരെ ക്ലിയറായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് ഒന്നിച്ചു ചേരാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എനർജി ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾക്ക് എന്താണ് മെസ്സേജ് എന്നുകൂടെ നോക്കാം. മെസ്സേജിൽ 10 ഓഫ് ഹാൻഡ്സ് ആണ്. 10 ഓഫ് ഹാൻഡ്സ് കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസമായിരിക്കും. കുടുംബ ബാധ്യതകൾ, ഫാമിലിയുടെ കുറച്ച് ബാധ്യതകൾ കുറച്ച് കൂടുതലായിരിക്കും. സ്ട്രെസ് ഉണ്ടാവും, ഓവർ ഡ്യൂട്ടി, കുറച്ച് ചലഞ്ചസ് ഒക്കെ നാളെ നിങ്ങൾ ഒരു പക്ഷേ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒരു പക്ഷേ ഞാൻ ഉത്തരവാദിത്തം എടുക്കുക, പൂർണ്ണമായിട്ട് ഞാൻ നോക്കിക്കൊള്ളാം, പ്രശ്നമില്ല എന്നുള്ള കാര്യത്തിൽ പരസ്പരം ഒരു സഹകരിച്ചിട്ട് നേരെയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. നാളെ ഓവറോൾ നിങ്ങൾക്ക് നല്ല ദിവസമാണ്. പക്ഷേ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ ഓവറോൾ നിങ്ങൾക്ക് നല്ല ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ലതായിട്ട് വരട്ടെ നാളെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.